ഇത് കണ്ടോ, ഇതൊക്കെ ഉള്ളതാണോ? അങ്ങനെ എല്ലാ മൂക്കുരും പൊട്ടിക്കാൻ പോയാലേ ചിലപ്പോൾ ആള് തന്നെ തട്ടിപ്പോകും. ശരിക്കും നമ്മുടെ മൂക്കിന്റെ ഈ ബ്രിഡ്ജ് തൊട്ട് ലിപ്സിന്റെ ഈ 2 കോർണർ വരെയുള്ള ഏരിയനെ ഡേഞ്ചർ ട്രയാങ്കിൾ എന്നാ പറയാ. ഇവിടെയുള്ള പിമ്പിൾസ് പൊട്ടിച്ച ഈ ഭാഗത്തുള്ള വെയിൻസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ബാക്ടീരിയാസ് എൻ്റർ ചെയ്യും. അത് ബ്രെയിനിലേക്ക് എത്താനുള്ള ചാൻസസ് ഉണ്ട്. കെവേർണസ് സൈനസ് ത്രോംബോസിസ് പോലെയുള്ള സീരിയസ് ബ്രെയിൻ കണ്ടീഷന് വരെ ഇത് കാരണമാകും. പിന്നെ എല്ലാവരും വിചാരിക്കുന്നത് പോലെ ഓൾ പിമ്പിൾസ് ആർ നോട്ട് ജസ്റ്റ് പിമ്പിൾസ്. അത് സിസ്റ്റ് ആകാം, ബോയിൽസ് ആകാം, സ്കിൻ ആപ്സസ് ആകാം, ഈവൻ സ്റ്റാഫ് ഇൻഫെക്ഷൻ വരെ ആകാം. സോ എന്താണെന്ന് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് മാത്രമേ എന്തും ചെയ്യാവൂ. ഇതിനൊരു സൊല്യൂഷൻ ഇല്ല? പിമ്പിൾസ് ഉള്ള ഭാഗത്ത് നമുക്ക് ഐസ് വെക്കാം. സ്വെല്ലിങ്ങും റെഡ്നെസ് ഒക്കെ കുറയാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ പിമ്പിൾസ് ഉള്ള ഏരിയ നന്നായിട്ട് ക്ലീൻ ചെയ്യണം, മോയ്സ്ചറൈസ് ചെയ്യണം. അതേപോലെ സ്കിന്ന് ആഴ്ചയിൽ 1-2 വട്ടം എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. പിമ്പിൾ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ കാണും. അപ്പൊ പൊട്ടിക്കാത്ത തന്നെ നല്ലല്ലേ? അതെ, ഹെൽത്തിന്റെ കാര്യത്തിൽ ആരും റിസ്ക് എടുക്കരുത്. അതുകൊണ്ട് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇന്ന് തന്നെ നാഫിറ്റിൽ ജോയിൻ ചെയ്യുക.